ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഹണികോംബ് ഐസ്ക്രീമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരിക്കൽ അപ്ലോഡ് ചെയ്തതാണ്. അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഈ ഐസ്ക്രീമിൻ്റെ ആയിരുന്നു. പക്ഷേ ആ വീഡിയോ നോക്കിയിട്ട് ആർക്കും ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ സൗണ്ടും ഇല്ല, വീഡിയോ ക്ലാരിറ്റിയും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്നുകൂടി എന്തായാലും ചെയ്തേക്കാം. കാരണം ഇത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഇത് ഉണ്ടാക്കാമല്ലോ. വളരെ ഈസി ആയിട്ടുള്ള, നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ്. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹണികോംബ് ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഹണികോംബ് ഉണ്ടാക്കണം. ഹണികോംബ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു വെക്കാൻ വേണ്ടി ഇതുപോലൊരു ബട്ടർ പേപ്പർ ഇവിടെ റെഡിയാക്കി വെക്കണം. ഹണികോംബ് ഇതിൽ ഒഴിച്ചിട്ടാണ് നമുക്ക് തണുക്കാൻ വെക്കേണ്ടത്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ എടുത്താലും മതി. ഇനി നമുക്ക് ഹണികോംബ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേനാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് തേനാണോ ഉള്ളത് അതെടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേൻ എടുക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 2 ടേബിൾ സ്പൂൺ തേനാണ് വേണ്ടത്. തേനും പഞ്ചസാരയും കൂടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ. സ്പൂൺ ഉപയോഗിച്ച് ഇളക്കൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിവിടെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് വിസ്കും എടുത്ത് വെക്കണം. ഇത് അടുത്ത് തന്നെ എടുത്ത് വെക്കുക, കാരണം നമുക്കിത് പെട്ടെന്ന് ആവശ്യം വരും. ഇത് തിളച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കണം. അതുപോലെ ബട്ടർ പേപ്പറും ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് മെൽറ്റായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇത്രയും അളവ് പഞ്ചസാരയ്ക്കും തേനിനും വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത്. ചേർത്ത് ഉടനെ തന്നെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ആ സമയത്ത് ഇത് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് വിസ്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് ബട്ടർ പേപ്പറിലേക്ക് ഇടാവൂ. എന്നാലും ഇതുപോലെ നന്നായിട്ട് ഇത് പൊങ്ങി നിൽക്കുകയുള്ളൂ. ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി, നിരത്തി കൊടുക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഈ ഹണികോംബ് നന്നായിട്ട് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഇതിവിടെ നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. ഹണികോംബ് നന്നായിട്ട് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഈ ബൗളിലേക്ക് ഇടുകയാണ്. ഞാനിവിടെ ഒരു സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഹാൻഡ് മിക്സറിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ വളരെ കുറച്ച് മാത്രമേ മിൽക്ക് മെയ്ഡ് ചേർക്കുള്ളൂ, അതായത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. നിങ്ങളുടെ കയ്യിൽ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് ഉള്ളതെങ്കിൽ 1/2 ടീൻ മിൽക്ക് മെയ്ഡ് ചേർക്കണം. അതായത് ഏകദേശം 140 ഗ്രാമോളം മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർക്കണം. ഇത് നല്ല കട്ടിയായി വരുന്നത് വരെ നന്നായിട്ട് അടിച്ചെടുക്കാം. ക്രീം നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കും, സംശയമുള്ളവർക്ക് അതിൽ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫിയോണ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അമൂലിൻ്റെയോ അല്ലെങ്കിൽ വിപ്പിംഗ് പൗഡറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ ഐസ്ക്രീം ഉണ്ടാക്കാം. ഗൾഫിലൊക്കെ ആണെങ്കിൽ അൽമറയുടെ നല്ല വിപ്പിംഗ് ക്രീം കിട്ടും. നമുക്കിത് ഇടയ്ക്കിടെ ഒന്ന് ഇതുപോലെ താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നല്ല കട്ടിയായി വരുന്നത് വരെ അടിച്ചെടുക്കാം. നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഇതിൻ്റെ താഴെ ഐസ് ക്യൂബ്സോ മറ്റോ വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് നല്ല തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 2 നുള്ളു ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. ഇനി ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നത്. മധുരമില്ലാത്തതാണെങ്കിൽ കൂടുതൽ ചേർക്കണം. അതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ബൗൾ ഇതിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഈ ക്രീം. ഇതിപ്പോൾ വാനില ഐസ്ക്രീം ആയി കേട്ടോ. ഇതിപ്പോൾ ഇനി ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വാനില ഐസ്ക്രീം ആയി. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് ഹണികോംബ് ഐസ്ക്രീം ആണല്ലോ, അപ്പോൾ നമുക്കിതിൽ ഹണികോംബ് ചേർക്കണം. ഇത് നമുക്കിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. നമ്മുടെ ഹണികോംബ് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കൂടുതൽ സമയം ഞാൻ വെച്ച് പോയി. ഇത്രയും സമയം വെക്കണ്ട, കാരണം നാട്ടിൽ നല്ല ചൂടായതുകൊണ്ട് ഇത് മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഇത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം ഐസ്ക്രീം ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് ഇതിങ്ങനെ വാടിയതുപോലെ ആയത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് ഒന്നുകൂടി നല്ല ക്രിസ്പി ആയിട്ട് വരും. നമുക്ക് ഈസി ആയിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ വാടിയതുപോലെ ഉണ്ടാവില്ല. മാത്രമല്ല കറക്റ്റ് ടൈമിന് ഈ ഹണികോംബ് നമ്മൾ എടുക്കുകയാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കുക. ഇത് ഞാനിപ്പോൾ കുറച്ചധികം സമയം വെച്ച് പോയതുകൊണ്ടാണ് അല്പം ഒന്ന് വാടിയതുപോലെ ആയിപ്പോയത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അഥവാ വാടിപ്പോയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഐസ്ക്രീമിലേക്ക് ചേർക്കാം. ഈ ഹണികോംബ് ഐസ്ക്രീമിന് ഇടാൻ മാത്രമല്ല ചോക്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യും. ഇത് ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് ഐസ്ക്രീമിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഐസ്ക്രീമും ഹണികോംബും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഞാനിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞൊരു ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറിൽ തന്നെയാണ് ഇത് നിറക്കുന്നത്. ഐസ്ക്രീം നിറച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇനി നമുക്കിതൊരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ ഇതിൽ ഐസ് കട്ട പിടിക്കുന്നത് ഒഴിവാക്കാം. ചില ഐസ്ക്രീമൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ഐസ് കടിക്കുന്നത് പോലെ ഉണ്ടാവില്ലേ, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. ഇനി നമുക്കിതിൻ്റെ അടപ്പിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഐസ്ക്രീം കൂടി നമുക്ക് മറ്റൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതും നമുക്ക് ക്ലിംഗ് ഫിലിം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ച് ഇത് രണ്ടും കൂടി നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും വേണം ഈ ഐസ്ക്രീം നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഫ്രീസറിൽ വെച്ച് 8 മണിക്കൂറിന് ശേഷം എടുക്കാം. 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഐസ്ക്രീം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഹണികോംബ് ഇങ്ങനെ മെൽറ്റായിട്ട് മുകളിലൊക്കെ വരുന്നുണ്ട്. ഈ നല്ല തണുത്ത ഐസ്ക്രീമിൻ്റെ ഇടയിൽ കിടന്നും ഈ ഹണികോംബ് ഇതുപോലെ മെൽറ്റായി വരും. നമ്മളിത് കഴിക്കുന്ന സമയത്തൊക്കെ നല്ല മെൽറ്റായ ഹണികോംബോട് കൂടി ഐസ്ക്രീം കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. കാണാൻ പറ്റുന്നില്ലേ ഹണികോംബ് ഇങ്ങനെ മെൽറ്റായി കിടക്കുന്നത്? ഇതുപോലെയാണ് ഈ ഐസ്ക്രീം ഉണ്ടാവുക. നമുക്കിതൊരു ഐസ്ക്രീം ബൗളിലേക്ക് സ്കൂപ്പ് ചെയ്തിടാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹണികോംബ് ഐസ്ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല തണുത്ത ഐസ്ക്രീമിൻ്റെ കൂടെ മെൽറ്റായ ഹണികോംബും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് തീർച്ചയായും ഇഷ്ടമാവും. പിന്നെ ഇത് പാർട്ടികളിലൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ വളരെ എളുപ്പമാണ്, കാരണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഉണ്ടാക്കാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഹണികോംബ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.